പ്രിയപ്പെട്ടവരെ, ഇത് ധനഹാകാലം രണ്ടാം ഞായറാഴ്ചയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് വൈദികർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വൈദികരാണ്, അവരിങ്ങനെ പറഞ്ഞിരുന്നു, ഈ വചന വ്യാഖ്യാനത്തിൽ പ്രസംഗത്തിൻ്റെ ഒരു ശൈലി കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയട്ടെ, ഈ വചന വ്യാഖ്യാനം ഒരു ഹോമിലിയുടെ രീതിയാണ്. നമ്മുടെ പള്ളിക്കുള്ളിൽ പറയുന്ന പ്രസംഗത്തിൻ്റെ രീതിയാണ്. അതൊരു ക്ലാസിൻ്റെ, ഒരു ധ്യാനത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് സ്പീച്ചിൻ്റെ രീതിയിലല്ല ക്രമീകരിച്ചിരിക്കുന്ന, അങ്ങനെയല്ല പറയുന്നത്. പബ്ലിക് സ്പീച്ച് അത് ഈ ചാനലിൽ തന്നെയുണ്ട്. തിരുനാൾ അവസരങ്ങളിലൊക്കെ വേണ്ട നല്ല പ്രസംഗത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ചാനലിലുണ്ട്. അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. തിരുനാളിനോടനുബന്ധിച്ച് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള പ്രസംഗങ്ങൾ വേണമെങ്കിൽ അതിതിലുണ്ട് എന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും, പബ്ലിക് സ്പീച്ചും ഹോമിലിയും രണ്ടായിട്ട് കാണണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഹോമിലിയുടെ സമയത്ത് നമ്മൾ പബ്ലിക് സ്പീച്ചിൻ്റെ രീതിയിൽ പറയാൻ, അത് രണ്ടും രണ്ടാണല്ലോ. അതുകൊണ്ട് ആ തരത്തിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോയിൽ തന്നെ, ഈ ചാനലിൽ തന്നെ 300ഓടടുത്ത് വീഡിയോകൾ ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ് എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിശദീകരണമായിട്ട് പറയാം. നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ പതിവിന് വിപരീതമായിട്ട് ഈ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ പഴയ നിയമ ഭാഗത്തെക്കുറിച്ച് അതും കൂടെ ഒന്ന് ധ്യാനിച്ച് നമുക്ക് തുടങ്ങാം. കാരണം ഈ ഇന്ന് വായിക്കാനുള്ള പഴയ നിയമ ഭാഗം സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ വലിയ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം കൂടെ നമുക്ക് ധ്യാനിച്ചു തുടങ്ങാം. അതിൻ്റെ ഇതിവൃത്തം ഇതാണ്: ഇസ്രായേൽ ജനം സീനാ മലയിലെ താഴ്വാരങ്ങളിൽ നിന്ന് വാഗ്ദാന ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് മോശ തൻ്റെ ബന്ധുവായ ഹൊബാബിനെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മോശ ഹൊബാബിനോട് പറയുന്നു, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം. കാരണം മരുഭൂമിയിൽ എങ്ങനെയാണ് പാളയമടിക്കേണ്ടതെന്ന്, കൂടാരം നിർമ്മിക്കേണ്ടതെന്ന് നിനക്കറിയാം. അതുകൊണ്ട് നീ കൂടെ വരണം. പ്രിയപ്പെട്ടവരെ, മോശ മനുഷ്യചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹോന്നതരായ നേതാക്കന്മാരിൽ ഒരാളായി മാറുന്നതിന് കാരണം ഈ ആത്മബോധവും പ്രായോഗിക ചിന്തയുമാണ്. കൂടാതെ നമുക്കിവിടെ കിട്ടുന്ന രണ്ടാമത്തെ ഒരു റിഫ്ലക്ഷൻ, ആത്മീയ ചിന്ത ഇതാണ്: ഉള്ളിൽ ദൈവബോധമുള്ള മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ കഴിവുകൾ എന്തെന്ന് വിവച്ഛേദിച്ചറിയാനും അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും കൂടെ നിർത്താനും ആകുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവബോധമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്താനും അവരെ കൂടെ നിർത്താനും സാധിക്കാതെ വന്നെന്നിരിക്കാം. എന്നാൽ ഹൊബാബ് നിരസിക്കുകയാണ്. ദൈവത്തെ മുൻനിർത്തിയാണ് മോശ ഹൊബാബിനോട് ഇത് പറയുന്നത്. അപ്പോൾ ഹൊബാബും മറ്റൊരു തരത്തിൽ ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ കൃപയുണ്ടാകും എന്നറിഞ്ഞിട്ടും സ്വന്തം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആ കൃപയുടെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രതീകം കൂടിയാണ് ഹൊബാബ്. അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. അപ്പോൾ മോശ എന്നിട്ട് നിർബന്ധപൂർവം ഹൊബാബിനെ കൂടെ കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മറ്റൊരു പ്രധാന വാക്യം നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. അത് സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 33-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നു: ഇസ്രായേൽ ജനത്തിന് വിശ്രമം വേണ്ട സ്ഥലം അന്വേഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പേടകം, വാഗ്ദാന പേടകം അവർക്ക് മുമ്പേ നീങ്ങിയിരുന്നു. എത്ര മനോഹരമായ ഒരു ബൈബിൾ വാക്യമാണ്! ദൈവത്തിൻ്റെ കൃപയുടെയും കരുതലിൻ്റെയും സാക്ഷ്യപത്രമായ ഒരു ബൈബിൾ വചനമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചിന്ത ഇതാണ്: നമ്മുടെ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചിട്ടാണോ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്? നമ്മുടെ യാത്രയുടെ മുമ്പിൽ, നമ്മുടെ ജീവിത വഴികളിൽ ദൈവം മുമ്പിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അത് ഈ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധ്യാന ചിന്തയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ മേഘം അവരുടെ മുകളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത് തന്നെയാണ്: നമ്മുടെ ജീവിത പന്ഥാവിൽ ദൈവത്തിൻ്റെ മേഘം മുകളിലുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുന്നുണ്ടോ?
ദൈവത്തിൻ്റെ നക്ഷത്രമുണ്ടോ? ആ നക്ഷത്രം നയിക്കുന്ന വഴികളിലൂടെയാണോ നമ്മൾ പോകുന്നത്? ഈ മേഘത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലും മറ്റേതെങ്കിലും യാത്രകളിൽ പോയാലും നമ്മുടെ അമ്മമാർ രൂപത്തിങ്കൽ കൊണ്ടുപോയി, രൂപക്കൂടിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി പ്രാർത്ഥിച്ചിട്ട് നെറ്റിയെ കുരിശു വരച്ച് വിടുന്ന ഒരു പാരമ്പര്യമില്ലായിരുന്നോ? ഇവർ പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, അവിടുത്തെ സംരക്ഷണം ഉണ്ടാകണം എന്ന കരുതലുണ്ടായിരുന്ന അമ്മമാർ നമുക്കില്ലായിരുന്നോ? ഇന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇന്ന് ഏതെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് അപജയം ഉണ്ടാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ പ്രലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേഘം, കർത്താവിൻ്റെ മേഘം ഇസ്രായേൽ ജനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന വാക്യം നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രമുഖ പത്രത്തിൽ സക്കറിയ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു റിപ്പോർട്ടാണ്. 2024 23 തിരുവനന്തപുരത്ത് തന്നെ 300 ഇരട്ടി മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടായത്രേ. നേരത്തെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ആവറേജ് പ്രായം 29 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 17 താഴുന്നത്രേ. എത്രയോ ഭീതിജനകമായ കാര്യമാണത്. നമ്മൾ കാണുന്നല്ലോ, UK ഈ സമയത്ത് നടക്കുന്ന ഒരു ചർച്ച, അവിടുത്തെ എല്ലാ മാധ്യമങ്ങളും വളരെ ശക്തമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, കീർ സ്റ്റാർമർ പബ്ലിക് സ്പോട്ട് പ്രോസിക്യൂട്ടർ, ഇപ്പോഴത്തെ UK പ്രധാനമന്ത്രി പബ്ലിക് സ്പോട്ട് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരു സമയത്ത് UK 14-നും 18-നും ഇടയിലുള്ള 1500ഓളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നത്രേ. അവർ മയക്കുമരുന്നിന് വിധേയമാക്കപ്പെട്ടിരുന്നത്രേ. വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യം നമുക്ക് ഇടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ തണലില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഈ സംഖ്യയുടെ പുസ്തകം ഈ ധ്യാന സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ മോശയുടെ ഒരു വ്യാകുലത കൂടെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ പേടകം നിശ്ചലമാകുന്ന സമയത്ത് മോശയുടെ പ്രാർത്ഥന നോക്കൂ. കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ പക്കലേക്ക് അങ്ങ് തിരിച്ചു വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് മോശ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓർക്കുക, ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ ദൈവബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന മോശ നമുക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ഇന്നത്തെ സമൂഹം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം ഉണ്ടായാൽ അത് പ്രശ്നമാണ് എന്ന് കരുതുന്നവരല്ലേ? പള്ളിക്കുള്ളിലേക്ക് മാത്രം ദൈവത്തെ ഒതുക്കി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിലേക്ക് പോകുന്നവരല്ലേ നമ്മൾ? അതുകൊണ്ട് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതിനാൽ നമ്മൾ ഈ പഴയ നിയമ ഭാഗം കൂടെ ഈ ഞായറാഴ്ച ധ്യാനിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ നിയമ ഭാഗത്തിലേക്ക് വരാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇവിടെ യോഹന്നാനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഉന്നതമായ ചിന്തയുള്ള ആളാണ് യോഹന്നാൻ. കഴുകനാണ് യോഹന്നാൻ്റെ പ്രതീകം. മറ്റ് സുവിശേഷകന്മാർ ഈശോയുടെ ജനനത്തെക്കുറിച്ച് 1-2 അധ്യായങ്ങൾ പറയുമ്പോൾ യോഹന്നാൻ ഒറ്റ വാക്യത്തിൽ ഈശോയുടെ ജനനം ഒതുക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് യോഹന്നാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് ആ ഭാഗം തുടരുന്നത്. ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവനിലൂടെ നാം കൃപയ്ക്കുമേൽ കൃപ നേടിയിരിക്കുന്നു എന്നാണ് ഈ സുവിശേഷ ഭാഗം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കാതൽ ഇതാണ്. ഒന്നാമത്തത്, സ്നാപയോഹന്നാൻ പറയുന്നത് ഇതാണ്: എല്ലാവരെയും ദൈവത്തിങ്കലേക്ക്, ഈശോയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷകനും കോടതിയിൽ വാദിക്കുന്ന വക്കീലും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും ഒക്കെ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ സമൂഹം എത്രയോ നല്ലതാകുമായിരുന്നു. ദൈവത്തിങ്കലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ദൗത്യം. സ്നാപയോഹന്നാൻ അത് പൂർണ്ണമായി നിർവഹിക്കുകയാണ്. കൂടാതെ
തൻ്റെ മഹത്വം സ്നാപയോഹന്നാൻ അന്വേഷിക്കുന്നില്ല. തൻ്റെ മഹത്വം അന്വേഷിക്കുന്നവർക്കെല്ലാം സ്നാപയോഹന്നാൻ വെല്ലുവിളിയാണ്. ഈശോയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പുറകോട്ട് മാറാൻ തയ്യാറാകുന്നു സ്നാപയോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം അല്പം പുറകോട്ട് മാറാൻ മടിക്കുന്ന സമൂഹമാണ്. എപ്പോഴും മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും തിക്കിത്തിരക്കി കയറാൻ നോക്കുന്നു. നമ്മൾ ബസ്സിൽ തിക്കിത്തിരക്കി കയറാൻ നോക്കും. ഒരു ക്യൂവിലാണെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ മുമ്പിൽ നിൽക്കാൻ എപ്പോഴും തയ്യാറാകുന്നവരുടെ ഇടയിൽ അല്പം പുറകോട്ട് മാറി നിൽക്കാൻ നമ്മളോട് പറയുന്ന പ്രതീകമാണ് സ്നാപയോഹന്നാൻ. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, കുഞ്ഞുങ്ങളുടെ ഒരു കളി ഒരു സമയത്ത് കണ്ടതാണ്. ചേട്ടനും അനിയനും ചേച്ചിയും ഉണ്ട്. ചേട്ടനും അനിയനും കൂടി കള്ളനും പോലീസും കളിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണ് എപ്പോഴും പോലീസ്, അനിയൻ കള്ളനാണ്. ചേട്ടൻ്റെ ഇടി പിടിച്ച് അനിയൻ മടുത്തു. ഇത് കണ്ടിട്ട് ചേച്ചിക്ക് സങ്കടമായി. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു, കുറച്ചു നേരം നീ അനിയൻ പോലീസാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പോലീസാകുന്ന രീതിയിൽ അങ്ങനെ വേഷവിധാനമൊക്കെ നടത്തി വരുമ്പോൾ അനിയൻ വന്ന് ചേട്ടനെ ഇടിക്കാനായിട്ട് നോക്കുമ്പോൾ ചേട്ടൻ ഇതാ വേറെ വേഷത്തിൽ നിൽക്കുന്നു. അപ്പോൾ ചേട്ടൻ പറയാണ്, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ നമുക്കിനി മുഖ്യമന്ത്രിയും പോലീസും കളിക്കാം. അപ്പോൾ ചെറുതാകാൻ തയ്യാറാകാത്തവരുടെ ഇടയിലേക്കാണ് സ്നാപയോഹന്നാൻ ശക്തമായ സന്ദേശം നൽകുന്നത്. അല്പം ചെറുതാകാനും അല്പം മാറി നിൽക്കാനും എളിമപ്പെടാനും തയ്യാറാകുന്ന മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ശാന്തത ഉണ്ടാകുമെന്ന് പറയും. നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭം അതാണ് പലപ്പോഴും. ഇപ്പോൾ സ്നാപയോഹന്നാൻ ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രതീകമാണ്. ഇനി ഇവിടെയുള്ള ഒരു വാക്യം ഇതാണ്, മിശിഹായിലൂടെ അവനിലൂടെ കൃപയ്ക്കുമേൽ കൃപ നാം നേടിയിരിക്കുന്നു. എന്താണ് ഈ കൃപയ്ക്കുമേൽ കൃപ എന്ന് പറയുന്നത്? അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു പ്രതീകം കൂടിയുണ്ട്. ഒരു പഴയ നിയമത്തിലെ വലിയ ഒരാളുണ്ട്. മോശയെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മോശ വഴി നിയമം നൽകപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. അപ്പോൾ മോശ വഴിയാണ് ആദ്യത്തെ കൃപയുണ്ടായത്. കൃപയ്ക്കുമേൽ കൃപ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം അതാണ്. സീനാ മലയിൽ വെച്ച് ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തെ തൻ്റെ പ്രിയപ്പെട്ട ജനമായി തിരഞ്ഞെടുത്ത് ഇസ്രായേൽ എന്ന് പേര് നൽകിയപ്പോൾ നൽകപ്പെട്ട ഒരു കൃപ, അതാണ് ആദ്യത്തെ കൃപ. ഈ കൃപയുടെ മേൽ കൃപ എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെയാണ് ഉണ്ടാകുന്നത്. അത് ഈശോയുടെ പ്രബോധനങ്ങളിലൂടെയാണ്. അവിടുന്ന് സ്വർഗത്തെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ലോകത്തിലെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധാർമ്മിക പ്രബോധനം ഈശോയുടെ പ്രബോധനമാണല്ലോ. അതാണല്ലോ നമ്മൾ സെക്കുലർ തലങ്ങളിൽ പോലും മറ്റുള്ളവർ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്, അതുപോലെ എന്തിന് നിരീശ്വരവാദി മൈത്രേയൻ വരെ, അതുപോലെ അങ്ങനെയുള്ള എത്രയോ പേര് പറയുന്നത് നമ്മൾ കാണുന്നു. ഈശോയേക്കാൾ വലിയ ഒരു ഈശോയുടെ പ്രബോധനത്തെക്കാൾ വലിയൊരു പ്രബോധനം ലോകം കേട്ടിട്ടില്ല. ഇനി ലോകാവസാനം വരെ അങ്ങനെ ഒരു പ്രബോധനം ഉണ്ടാകില്ല. സ്വർഗത്തിൻ്റെ പ്രബോധനമാണ് മനുഷ്യരുടെ ഇടയിൽ ഈശോ അവതരിപ്പിച്ച്. അതാണ് കൃപയ്ക്കുമേൽ കൃപ നൽകപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് രോഗികളെ കൂടെ നിർത്തുക, ദരിദ്രരെ കൂടെ നിർത്തുക, അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞത്. അതുപോലെ പാപം ചെയ്യുന്ന പാപിയെ കൂടെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ച് ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞ് മാറോട് ചേർത്ത കാര്യം, ഇതെല്ലാമാണ് കൃപയ്ക്കുമേൽ കൃപ എന്ന് പറയുന്നത്. അതുപോലെ ലോകം കെട്ട ഏറ്റവും പരമകാഷ്ഠയിലെത്തിയ ധാർമ്മിക പ്രബോധനം എന്ന് പറയാൻ, ശത്രുവിനെയും സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി അതിനപ്പുറത്തേക്ക് ഒരു പ്രബോധനം ലോകാവസാനം വരെ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അസാധ്യമാണ്. ഇതിലപ്പുറത്തെ, അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറിയിട്ട് ഇനി മുകളിലോട്ട് കയറാൻ പറയുന്നതിന് തുല്യം ഭോഷത്വമാണ്. ഈശോയുടെ പ്രബോധനങ്ങളെക്കാൾ വലിയ പ്രബോധനം ഉണ്ടാകുമെന്ന് ലോകാവസാനത്തോളം ഉണ്ടാകില്ല. ഇനി താഴേക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വന്ന കാര്യങ്ങൾ നമ്മൾ കാണും. മിശിഹായുടെ പ്രബോധനത്തിന് താഴേക്ക് ഇനി ഏതെങ്കിലും ധാർമ്മിക പ്രബോധനങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രബോധനങ്ങളുടെ സാരസത്തയിൽ ഈ ലോകം കൃപയ്ക്കുമേൽ കൃപ നേടിയിരിക്കുകയാണ് ഈശോയിലൂടെ. അപ്പോൾ എല്ലാവരെയും പാപത്തെ പോലും ക്ഷമിക്കുന്ന ആ കൃപയാണ്, അതാണ് പറയുന്നത്. അതുകൊണ്ട് ഈശോയിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്. ആ കാര്യം. Subscribe now and press the bell icon. Never miss an update.